ഞാൻ എൻ്റെ വണ്ടിയിൽ വെച്ചിരുന്ന മഡ്ഫ്ലാപ്പ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, നമ്മൾ CTR തുടങ്ങിയ എല്ലാ ഐറ്റവും ഇല്ലീഗലായിരുന്നെന്ന് നമ്മൾ തിരിച്ചറിയാൻ ഇപ്പോഴാണ് വന്നത്. നിങ്ങൾക്കും ആ തിരിച്ചറിവ് ഇപ്പോൾ 2 ദിവസത്തിന് എന്തെങ്കിലും വന്നു കാണും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാൻ പോകുന്നു. നമ്മുടെ കോൺഗ്രസ് അധികാരം തൊട്ട് മുമ്പായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വാഹനങ്ങളിലെല്ലാം മോഡിഫിക്കേഷനുള്ള അനുമതി നൽകുമെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി MBD ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു, എന്തൊക്കെ ഐറ്റംസ് പരിഗണിക്കാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങളാണ്. അവർ അനുമതി കൂടാതെ മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഇപ്പോൾ ഞാൻ വായിച്ചു തരാം. CTR ഫ്ലോർ മാറ്റ് വായിക്കുന്ന ചിരി വരും. CTR ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, പിന്നെ മഡ്ഫ്ലാപ്പ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സ്പീക്കർ, GPS ട്രാക്കർ, അങ്ങനെ തുടങ്ങിയ കുറച്ച് ലിസ്റ്റുണ്ട്. പക്ഷേ ഈ ലിസ്റ്റിൽ പറയുന്ന ഇത്രയും സാധനങ്ങൾ അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റിയ സാധനം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിത് ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലേ. ഇപ്പം നിലവിൽ ഇതെല്ലാം പ്രാവർത്തികമായിട്ട് നമ്മൾ ചെയ്യുന്നു. ഷോറൂമിൽ വണ്ടി ഇറക്കുമ്പോൾ തന്നെ അവർ CTR ചെയ്യുന്നുണ്ട്, മഡ്ഫ്ലാപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഇനി അനുമതി കൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്ന കാര്യമില്ല. പിന്നെ അനുമതി വാങ്ങി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇവയെല്ലാമാണ്: വാഹനത്തിൽ നിറം മാറ്റൽ, എൻജിൻ മാറ്റൽ, LPG CNG കിറ്റ് വയ്ക്കൽ, ഇലക്ട്രിക്കലാക്കി മാറ്റൽ, പിന്നെ ഭിന്നശേഷി സൗഹൃദ വാഹനങ്ങൾ. ഈ പറയുന്നതിൽ നമ്മുടെ CNG സാധാരണ ചെയ്യുമ്പം RTയുടെ അനുമതി വാങ്ങിക്കാറുണ്ട്. വണ്ടിയുടെ കാറുകളിൽ കളർ മാറ്റാൻ വേണ്ടി RTയുടെ പോയി പെർമിഷൻ എടുത്ത് കുറച്ച് ഫീസ് അടച്ചാൽ കളർ മാറ്റാൻ പറ്റും. അങ്ങനെ എല്ലാം ചെയ്യുന്ന കാര്യം. ഇതാകെ പറയുന്നത് സ്റ്റിക്കർ വർക്കിൻ്റെ കേസ് പറയുന്നുണ്ട്. എനിക്കൊണ്ട് സ്റ്റിക്കർ വർക്ക് ഇപ്പം ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലെന്ന് തോന്നുന്നു. അത് നമുക്ക് ആൾക്കാർ കണ്ടാൽ വേറെ പ്രശ്നമില്ലാതെ സ്റ്റിക്കർ വേണമെങ്കിൽ ചെയ്യാനുള്ള അനുമതി മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കി ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം എന്നെപ്പോൾ ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ മോഡിഫിക്കേഷൻ അല്ല. അപ്പോൾ അത് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റി അവർക്ക് നിയമം മാറ്റി മോഡിഫിക്കേഷൻ അനുമതി നൽകാൻ പറ്റി നല്ലതായിരിക്കും. എന്തായാലും നമ്മൾ ഒന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഈ ലിസ്റ്റ് കൊടുത്ത പ്രകാരമുള്ള കാര്യങ്ങളല്ല ഇതുവരെ ചെയ്യുന്ന കാര്യമാണെന്ന് മാത്രം പറയുന്നേ ഉള്ളൂ. കാരണം എല്ലാ വണ്ടിയിലും കോമണായി ചെയ്യുന്ന കാര്യം അത് ലിസ്റ്റിലെല്ലാം ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം എന്തൊക്കെ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കെന്ത് നോക്കാം ആർക്കൊക്കെ എന്തൊക്കെയാണ്. എനിക്കാണെങ്കിൽ വണ്ടി ഒന്ന് വൈകിട്ട് ടയറൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് പൊക്കയൊക്കെ ചെയ്ത് അങ്ങനെ കൊണ്ട് നടക്കാനാണ് താല്പര്യം. പക്ഷേ ഈ ലിസ്റ്റിൽ അതൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അനുകൂലമായൊരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം.